ഒട്ടി ഒട്ടി ചേർന്നിരിക്കും സുന്ദര കിസ. എന്തായി ഒരു പാട്ടൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? ഞാനിന്ന് ഒരു ഭയങ്കരപ്പെട്ട കാര്യത്തിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഭയങ്കരം. പിന്നെ സോഷ്യൽ മീഡിയയിൽ എന്ത് ഭയങ്കരം. സോഷ്യൽ മീഡിയയിലുള്ളതെല്ലാം തന്നെ ഭയങ്കരമല്ല, പണങ്കരം, പണം കരം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്ന കാര്യം, എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് കാര്യങ്ങൾ വൈകാരികമായി സ്വാധീനിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിക്കുന്നതുമൊക്കെയും ഭയങ്കര വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിനെ കണക്ട് ചെയ്തിട്ടായിരിക്കാം സംസാരിക്കുന്നത്. ഇതും ഒരു വൈകാരികമായ കാര്യമാണ്. അതായത് എൻ്റെ വീഡിയോകൾക്ക് താഴെ വന്ന് കമൻ്റ് ഇടുന്ന ഒരു വ്യക്തിയുണ്ട്, ആൻസി പൊന്ന, അതായത് ആൻസി ജെയ്സൺ. ഈ ആൻസി ജെയ്സനെ ഞാൻ എൻ്റെ ഒരു 2, 3, 4 ഒക്കെ വീഡിയോകളായപ്പോൾ തന്നെ എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ഇടുന്ന ഒരു ആളാണ്. ഇപ്പോൾ കുറച്ചായി പുള്ളിക്കാരത്തിനെ കാണാനില്ല. അതുപോലെ തന്നെ എൻ്റെ ലൈവുകളിൽ വന്ന് ജസ്റ്റ് ഒരു ഹായ് ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പോവും. വലിയ കമൻറ്റുകളൊന്നും തന്നെ കാണുന്നില്ല. അപ്പോൾ ഞാൻ അത് എന്താണ് എന്ന് അത് അന്വേഷിച്ചിട്ടൊന്നുമില്ല. ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. അതായത് എനിക്കും ചില ജോലി തിരക്കുകളൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു പിന്നാലെയൊക്കെ പോകുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചില ലൈവുകളൊക്കെ കാണാനിടയായി. അപ്പോൾ ആ ലൈവുകളിൽ നിന്നും ഞാൻ ചില കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഫിജോ സനു വിഷയമൊക്കെ പറഞ്ഞു തീർത്തു എന്ന് തോന്നുന്നു, എനിക്കറിയാൻ പാടില്ല. ഞാനൊരു ലൈവിൽ, ഫിജോയുടെ ഒരു ലൈവിൽ കയറിയപ്പോൾ അതിൻ്റെ അകത്ത് സനുവിനെ കണ്ടു. സ്വാഭാവികമാണ്. അതായത് നമുക്കിപ്പോൾ പ്രശ്നങ്ങളുള്ള ആളുകളുമായിട്ട് നമ്മൾ കണക്റ്റ് ആവുക എന്ന് പറയുന്നത് വലിയ കാര്യമുള്ള ഒരു കാര്യമൊന്നുമല്ല, അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അവിടെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർ രണ്ടുപേരും തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് രസിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ഓർഗാസം എന്താണ് എന്ന് എനിക്കും ഇന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കളെന്നല്ല, എനിക്ക് എല്ലാ മക്കളും പ്രിയമുള്ളത് തന്നെയാണ്. മക്കളെ പറയുക അല്ലെങ്കിൽ മക്കളുടെ ചാരിത്രത്തെ ചോദ്യം ചെയ്യുക, അത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല. അപ്പം ഞാൻ ഈ സനുവിനെ സപ്പോർട്ട് ചെയ്തു. സനുവിലെ അമ്മയെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരു ഇടക്കാലത്ത് വെച്ച് തന്നെ മിനി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന എനിക്ക് വളരെയേറെ പ്രിയമുള്ള ഒരു റിയാക്ടറാണ് കേട്ടോ. കാര്യഗൗരവത്തോടു കൂടി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അവർക്ക് ഭയങ്കര മിടുക്കാണ്. അത്യാവശ്യം അവർക്ക് ശരി എന്ന് തോന്നുന്ന കാര്യം അവരെവിടെ വേണമെങ്കിലും വിളിച്ചു പറയും. അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ഒരു റിയാക്ടറാണ് മിനി സെബാസ്റ്റ്യൻ. അപ്പം മിനി സെബാസ്റ്റ്യൻ ഒരു സമയത്ത് ഈ സനു റിയാക്ഷനെ അനുകൂലിച്ചുകൊണ്ട് ചില വീഡിയോകൾ ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ ഈ സനു റിയാക്ഷനെ എതിർക്കുന്ന ഫിജോയെ അനുകൂലിച്ചുകൊണ്ട് ചില റിയാക്ഷനുകൾ ചെയ്തു. പക്ഷെ ആ ഒരു സമയത്ത് മിനിയെ എനിക്കൊന്നും പറയാനായിട്ട് തോന്നിയില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയ മിനി സെബാസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്കിവരെയൊക്കെ പുറമേ നിന്നേ അറിയാൻ പറ്റുള്ളൂ എങ്കിലും ചിലരുടെ സംസാര ശൈലിയിൽ നിന്നും അവരുടെ ശരീരഭാഷയിൽ നിന്നും അവരുടെ കുടുംബ മഹിമ, അവർ സംസാരിക്കുന്ന കാര്യത്തിലെ സീരിയസ്നെസ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് വളരെയേറെ ഇഷ്ടം തോന്നിയ ഒരു ക്യാരക്ടറാണ് മിനി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ. അപ്പോൾ അവര് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ സനു റിയാക്ഷനെ നിങ്ങൾ എതിർത്തു നോക്കൂ, നിങ്ങളെ തള്ളക്കി വിളിക്കുന്നത് കേൾക്കാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഞാൻ ഈ സനു എന്ന് പറയുന്ന സ്ത്രീയെ ഞാൻ അനുകൂലിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ മകളെ തെരുവിൽ കൊണ്ടുവന്നിട്ടും പിന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നത് പല സ്ഥലത്തു നിന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരമ്മ എന്നുള്ള നിലയിൽ അത് വളരെയേറെ വേദനയുള്ള ഒരു കാര്യമാണ്. അവരിലെ അമ്മ എത്രത്തോളം വേദനിക്കുന്നു എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കമൻറ്റുകളിലൂടെയും മറ്റുമൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നും ആ സപ്പോർട്ട് ചെയ്തത് തെറ്റാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ അതിൽ 100%
ഒപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇവര് രണ്ടുപേരും ഒന്നിച്ചപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു, ഇവര് ശരിക്കും മക്കളെ പറഞ്ഞപ്പോഴല്ലേ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്തത്. അപ്പൊ ഇവരിപ്പോ സന്ധി സംഭാഷണമായി ഇവരെല്ലാം ഒന്നിച്ചപ്പോ അന്ന് നമ്മൾ ചില മാനസിക വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. സത്യമാണ്, മക്കളെ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മാനസിക വിഷമങ്ങൾ ശരിക്കും നമ്മളുടെ ആ ഒരു ചിന്തയെ ഇവർ മാറ്റി നിർത്തിയോ എന്നിങ്ങനെ ചിന്തിച്ചു പോയി. പിന്നെ മനുഷ്യരാണ്, അവർക്ക് ഇഷ്ടമുള്ളവരോട് അവർക്ക് സംസാരിക്കാം, അത് ഒരു വിഷയമുള്ള ഒരു കാര്യമല്ല. ഞാനതങ്ങ് വിട്ട് ഞാനങ്ങ് പോയി കേട്ടോ. ഇന്നലെ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ആൻസി ജെയ്സണെ ഇവര് ഈ സനു റിയാക്ഷൻ ഒറ്റത്തെറി വിളിക്കുന്നുണ്ട്. ഒറ്റത്തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സനു റിയാക്ഷന് പിന്നെ മാന്യമായ ഒരു ഭാഷയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് അറിയാൻ പാടില്ലല്ലോ. അപ്പൊ ഈ എന്തിനാണ് ഈ പൊറ്റത്തെറി വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വെറുതെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അതുവരെ പിന്നെ വേറെ എന്തൊക്കെയോ പേരൊക്കെ ഇട്ട് വിളിച്ചുകൊണ്ടിരുന്ന ഫിജോനെ ഫിജോ ചേച്ചി എന്ന് വിളിച്ച്. അപ്പൊ ഞാൻ ചോദിച്ചു, ഫിജോ ചേച്ചിയോ? എനിക്ക് തോന്നുന്നു ഫിജോയും ഞാനും ഒരേ ഏജ് ഉള്ള ഒരാളാണ്. അപ്പൊ അവളെ എന്നെ ബീനെ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ആ ഒരു ഇതില് പുള്ളിക്കാരിയുടെ ലൈവിൽ കയറിയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫിജോ ചേച്ചിയോ എന്ന്. ഓൺ ദി സ്പോട്ട് എനിക്കൊന്നും അറിയാൻ പാടില്ല. ഷെഫീന തത്തിരുമോനെ അവിടെ അങ്ങനെ ആക്കിയത് ഇങ്ങനെ ആക്കിയത്, നിങ്ങൾ ഇങ്ങനെ ആക്കിയതല്ലേ, മറ്റേതല്ലേ, നീ പോയി ചോദിക്കടി, നീ അങ്ങനെ ആക്കടി, നീ എന്തിനാടി ഇവിടെ വന്നേ, ഈ ലൈവിൽ എന്തിനാടി വന്നേ എന്നൊക്കെ പറഞ്ഞു കണ്ട് ഞാൻ ഇങ്ങനെ വിഴുങ്ങസിയായി പോയിടെ. സംഭവം എന്താണ് എന്ന് എനിക്ക് മനസ്സിലായില്ല. സംഭവം ഈ നമ്മളെപ്പോഴും കയറി പോകുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്ന് കയറി പോയപ്പോൾ പട്ടാന്ന് പറഞ്ഞ് എൻ്റെ ചെകിട്ട തടി കിട്ടിയത് പോലെ ആയിപ്പോയി. അപ്പൊ ഞാൻ അവിടെ 2-3-4-5 കമന്റുകൾ അവിടെ ഞാൻ അന്നേരം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എനിക്ക് ഫിജോയുമായിട്ട് യാതൊരു പിന്നെ വൈരാഗ്യവുമില്ല, ദേഷ്യവുമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ നമ്മളെ കളിപ്പിക്കുകയായിരുന്നാണ്. അല്ല, എൻ്റെ സ്വാഭാവികമായ ഒരു സംശയമാണ്. നിങ്ങൾ തമ്മിൽ ശത്രുത ഇല്ല, ശത്രുത ആർക്കും തമ്മിലില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഫിജോയുടെ ശത്രുവൊന്നുമില്ല. ഫിജോ എന്നെ ആദ്യമായി തെറി വിളിക്കുന്നത് എന്നെ തനൂജയ്ക്ക് വേണ്ടിയിട്ടാണ്. ഫിജോനെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ ഫിജോ എന്റെ ശത്രുവല്ല. ഫിജോ ശരിക്കും ഞാനും ഫിജോയും ഫോണിൽ കൂടി സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. ഫിജോയ്ക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോ അതിവിടെ വിഷയമില്ല. ഫിജോ എൻ്റെ ശത്രുവല്ല, സനുവും എൻ്റെ സഹോദരിയും അല്ല, ശത്രുവല്ല. അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് ഇടുന്ന ഒരുപാട് വൈകാരികമായി എന്നെ ടച്ച് ചെയ്തിട്ടുള്ള കുറെ അധികം ആൾക്കാരുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ആൻസി. അപ്പൊ ആൻസിയുടെ പേര് അവിടെ എടുത്ത് പരാമർശിച്ചപ്പോഴാണ് ഞാൻ ശരിക്കും അവിടെ ചെന്നിട്ട് ഇത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഫിജോ ചേച്ചിയാണോ എന്ന് ചോദിച്ചതിന് എനിക്ക് എന്തൊക്കെയോ കിട്ടി. അതിൻ്റെ ഇടയിൽ പുള്ളിക്കാരി ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, ബീനി നിനക്ക് കണ്ടന്റ് ക്ഷാമം ഉണ്ടാന്ന്. എൻ്റെ പൊന്നു മോളെ സനു, എനിക്ക് ഒരുപാട് കണ്ടന്റുകൾ ഉള്ള സമയത്താണ് ഞാൻ നിനക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തത്. എൻ്റെ ശരിയാണത്. അതായത് എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടെത്തുന്ന ശരികളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ശരികളെ അംഗീകരിക്കണമെന്നൊന്നും എനിക്ക് വാശിയൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അവിടെ ആ വീഡിയോ ചെയ്തതിൽ ഞാൻ ഇന്നും ഖേദിക്കുന്നില്ല. അത് എൻ്റെ ശരിയാണ്. ശരിക്കൊരു അമ്മയുടെ അടുത്ത് ഒരു മകളെ കുറിച്ച് സംസാരിക്കുന്ന ചില കാര്യത്തിനെ കുറിച്ച് ഞാൻ അവിടെ വിമർശിച്ചു. ഒരാളെ പറഞ്ഞവൻ അങ്ങനെ സംസാരിച്ചു, അത് തെറ്റാണ് എന്ന് ഞാൻ വിമർശിച്ചു, ഇന്നും വിമർശിക്കും. ഇന്ന് നിന്നെ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ വിമർശിക്കൂടെ, അത് എൻ്റെ ശരിയാണ്. എനിക്ക് കണ്ടന്റ് ദാരിദ്ര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇടുമ്പോൾ എൻ്റെ വീഡിയോകൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യും. ഞാൻ എൻ്റെ ജീവിത കഥയോ എൻ്റെ അനുഭവങ്ങളോ ഞാൻ പറയുമ്പോൾ ആ വീഡിയോയ്ക്ക് ശരിക്കും നല്ല റീച്ചാണ്. അതേസമയം ഞാൻ ചില പൊതുവായ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് വലിയ റീച്ചൊന്നുമില്ല. അതേസമയം ഞാൻ ഒരു ഒരു പാവപ്പെട്ട ഉമ്മേനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടേക്ക് എല്ലാവരും കയറി വന്ന് എന്നെ തെറി വിളിക്കാനായാലും ആ വീഡിയോ ഫുള്ള് കാണും. ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ എനിക്ക് നല്ലതുപോലെ ഡോളറും കയറാറുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണോ ഈ പുള്ളിക്കാരത്തിനെ ഞാൻ വിമർശിച്ചെന്ന് ചോദിച്ചാൽ ഇല്ല. എനിക്കിപ്പോഴും അവരെ വിമർശിക്കാനുള്ള ഒരുപാട് കാരണങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. പക്ഷെ ഞാൻ വിമർശിക്കാത്തത് മാനുഷികമായ ഒരു തലത്തിൽ നിന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ്. കാരണം ആ സ്ത്രീ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയ ഒരു സ്ത്രീയെ മെൻ്റലി ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ലാത്തത് കൊണ്ടാണ് ആ സ്ത്രീയെ ഞാൻ മാറ്റി നിർത്തിയിരിക്കുന്നത്. കാരണം
ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഞാൻ എപ്പോഴും ഇമോഷൻസിന് വലിയ വാല്യൂ കൽപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഞാനത് അങ്ങനെയാണ് അവരെ ഞാൻ മാറ്റി നിർത്തിയിരിക്കുന്നത്. അല്ലാതെ വിമർശിക്കാനാണെങ്കിൽ ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ പെണ്ണുപിള്ള ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അത് ഞാൻ പറഞ്ഞു വരാം. അപ്പോൾ എന്താണ് ആൻസി ജേസന്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇവരൊന്നും ഒന്നായതോ ഇവരൊന്നും കൂട്ടം കൂടിയതോ ഒന്നും ഒരു വിഷയമുള്ള ഒരു കാര്യമല്ല. കാരണം ആരും എല്ലാ കാലത്തും ശത്രുക്കളായിരിക്കണമെന്ന് ആരും തന്നെ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ്. ഒന്നിച്ചു ചേർന്നത് വളരെ സന്തോഷം. പക്ഷേ ഒരു കാലത്ത് ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ആളുകളെ വെച്ച് നോക്കുമ്പോൾ ഇവര് മെന്റലി ഭയങ്കരമായി ഡൗൺ ആവുന്ന ചില സമയങ്ങളുണ്ട്. ഈ സമയങ്ങളിൽ ശരിക്കും അവരെ കരകയറ്റുന്നത് എന്ന് പറയുന്നത് നമുക്ക് കമന്റ് ഇടുന്ന ആളുകൾ തന്നെയാണ്. അതിൽ പല തവണയും ഒറ്റപ്പെട്ടു പോയ ചില അവസരങ്ങളുണ്ട്. അത് എനിക്കിന് തോന്നിയതാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഒറ്റപ്പെട്ടു പോയ അല്ലെങ്കിൽ നിരാലംബയായി തീരുന്ന ഭയങ്കര ഭൂമിയോളം പിന്നെ ഇല്ലാണ്ടായി പോകുന്ന അവസരങ്ങളിൽ സനുവിൻ്റെ ലൈവുകൾ വരുമ്പോൾ അവിടെ മുൻപന്തിയിൽ വന്ന് കമന്റ് ഇടുന്ന ഒരു വ്യക്തി ആൻസി ജെയ്സൺ ആയിരുന്നു. ഈ ആൻസി ജെയ്സൺ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു വിഷയം പറയാതെ പോകാൻ വേണ്ടിയിട്ട് മനസ്സില്ലാത്തത് കൊണ്ടാണ്. ഈ ആൻസി ജെയ്സനെ പൊതു മീഡിയയിൽ നമ്മുടെ ഫിജോ എടുത്തിട്ട് അലക്കുന്നതും ആൻസിയുടെ ഫേസ്ബുക്കിൽ ചെന്ന് ആൻസിയുടെ ഫോട്ടോസ് എടുത്തുകൊണ്ട് വന്ന് പബ്ലിക് ചെയ്യുന്നതുമൊക്കെ എപ്പോഴായിരുന്നു സനു? എന്തിനായിരുന്നു? ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? ഇവള് ആൻസിക്ക് വേണ്ടിയിട്ട് സംസാരിച്ച സമയത്തല്ല, അല്ലെങ്കിൽ ആൻസി എന്തോ ഇവർ പറഞ്ഞപ്പോൾ ആൻസി തിരിച്ച് പ്രതികരിച്ചതിനല്ല, നമ്മുടെയൊക്കെ വീഡിയോകളുടെ താഴെ വന്ന് കമന്റ് ഇടുന്നു എന്നൊരു കാര്യം മാത്രമാണ് ആൻസി ചെയ്തിട്ടുള്ളത്. ഈ സമയത്താണ് ആൻസിയുടെ ഫോട്ടോ പബ്ലിക് ആക്കുന്നതും ആൻസിയെ വെല്ലുവിളിക്കുന്നതും ഒക്കെ. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോ ആരോ ആൻസിയുടെ, അതായത് ഒരു അൺനോൺ നമ്പറിൽ, പുറത്ത് വിദേശത്തുള്ള ഒരു അൺനോൺ നമ്പറിൽ ആൻസിക്കൊരു വീഡിയോ ചെന്നിട്ടുണ്ട്. ആൻസിയുടെ മകളുടെ വളരെ വൾഗറായിട്ടുള്ള, ആൻസിയുടെ മകളല്ലാതെ പക്ഷെ അത് മോർഫ് ചെയ്ത AI വെച്ച് മോർഫ് ചെയ്ത ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങൾ ആൻസിക്ക് പോകുന്നത് എന്ന് പറയുന്നത് ഒരു 3 മണി സമയത്താണ്. ഈ സൗണ്ട് കേട്ടോ എന്തോ എണീറ്റ ആൻസി ഫോൺ നോക്കിയപ്പോൾ ആൻസി പെട്ടെന്ന് പാനിക് ആയിട്ടുണ്ടായിരുന്നു. കാരണം സ്ത്രീകളെന്ന് പറയുന്നത് എപ്പോഴും വൈകാരിക തലങ്ങളിൽ ദുർബലയാകാൻ സാധ്യതയുള്ള ചില ബന്ധങ്ങൾ, റിലേഷൻസ് അവർക്കുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് അവരുടെ കുടുംബവും മക്കളുമാണ്. അപ്പൊ അവരുടെ മകളുടെ അത്തരത്തിലുള്ള ഒരു ചിത്രം അവരുടെ ഫോണിൽ കണ്ടപ്പോൾ അവർ ആകെ പാനിക്കായി പോയിട്ടുണ്ടായിരുന്നു. ഇത് മറ്റൊരു യൂട്യൂബറിനെ വിളിച്ച് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ യൂട്യൂബർ അത് ലൈവുകളിലൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിവേ, ഇതിനെക്കുറിച്ച് അവർ പരാതിപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. അതുപോലെ തന്നെ പലരുടെയും പേരിൽ പരാതി കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സനുവിൻ്റെ പേരിലും ഇവർ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. ഇതിൽ ആൻസി ഒരു പ്രശ്നത്തിൽ ഇപ്പോൾ വീണിരിക്കുകയും, ആൻസി എന്തുകൊണ്ടാണ് ആൻസി പ്രശ്നത്തിൽ വീണത്? എല്ലാവരുടെയും വീഡിയോയുടെ താഴെ ചെന്ന് കമന്റ് ഇടുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് പുള്ളിക്കാരത്തിനെ ഇത്തരത്തിൽ ടോർച്ചർ ചെയ്യുന്നത്. ഇവിടെ ശരിക്കും ഈ സനു ആയിരുന്നാലും ആരായിരുന്നാലും ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വിമർശിക്കണ്ട, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ട, മിണ്ടാതെയെങ്കിലും ഇരിക്കായിരുന്നു. കാരണം ഒരു അമ്മ എന്നുള്ള നിലയിൽ അവർ ഭയങ്കര വീക്കായി പോയ ഒരു സമയമായിരുന്നു. സത്യത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ആൻസിനെ ഇപ്പോൾ പബ്ലിക്കിൽ കാണാത്തത് എന്നുള്ളത് കൂടി എനിക്കറിയാൻ പാടില്ല. ഇനി അത് തന്നെയോ അതോ ഇനി വേറെ എന്തെങ്കിലും തിരക്കാണോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവിടെ ആൻസി എന്തോ ഒരു കമന്റ്, പക്ഷെ ആൻസിയുടെ മകളെ സനു ചീത്ത വിളിക്കുന്നത് ഞാനും കേട്ടിട്ടുണ്ട് കേട്ടോ, ഞാനും കേട്ടിട്ടുണ്ട്. ആ ലൈവ് എനിക്ക് അയച്ചു തന്ന ആളുകളുണ്ട്, ഞാൻ കേട്ടിട്ടുമുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ എന്തോ ആൻസി കൊടുത്ത പരാതി അത് കള്ളപ്പരാതിയാണ് എന്ന് സനു പറഞ്ഞുകൊണ്ട് കായും പൂയും ഒക്കെ ചേർത്തിട്ട് അങ്ങനെ പച്ചത്തെറി വിളിക്കുകയും, ഒന്നാമത് വീണ് കിടക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അവരുടെ മകളുടെ ഇത്തരത്തിലുള്ള ഫോട്ടോസ് പബ്ലിഷ് ചെയ്ത് അവർ മെന്റലി ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന സമയത്ത് അവരെ വീണ്ടും ആക്രമിക്കുന്നത് അവർ മുമ്പ് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തി എന്നും കൂടി ആകുമ്പോൾ ശരിക്കും അവർ ശരിക്കും തളർന്നിട്ടുണ്ടാകും കേട്ടോ. ഇപ്പം ഈ ആൻസി എന്ന് പറയുന്ന എൻ്റെ ആൻസി പൊന്ന ഇപ്പോൾ ഒരുപാട് മെന്റലി തളർന്നിട്ടുണ്ടാകും. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണ് എന്നറിയാമോ?
പുള്ളിക്കാരി ഇന്നലെ ഞാൻ ചെന്ന് സംസാരിച്ചപ്പോൾ, ലൈവിൽ ചെന്ന് സംസാരിച്ചപ്പോൾ, നിനക്ക് കണ്ടന്റ് ആയില്ലേ, നിനക്ക് കണ്ടന്റിനാണോ ബീനെ നീ ഇവിടെ വന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനിത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനും കൂടി വിചാരിച്ചതല്ലെങ്കിലും ഞാൻ വിചാരിച്ചു ഒരു കണ്ടന്റ് അല്ല, ഒരു 5-6 കണ്ടന്റ് അങ്ങ് ആക്കി കളയാമെന്ന്. അതിലൊരു കണ്ടന്റാണ് ഈ കണ്ടന്റ്. ഇതെന്താണ് ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ സനു ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ആളുകൾ, അതായത് ഫിജോ അവരുടെ ഒരു ഗ്യാങ് എന്ന് പറയുന്ന ആ ഗ്യാങ്ങിൽ ഞാൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ആ ഗ്യാങ്ങിൽ ഞാൻ ഉണ്ടായിരിക്കുമ്പോൾ റസീന നൗഷാദ് എന്ന് പറയുന്ന പുള്ളിക്കാരത്തി ഷെഫീന താത്തയുടെ കാറിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുകയും അവരുടെ ലൈവുകളിലൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമായിരുന്നേ. ആ ഒരു സമയത്ത് ഇവർ ഭയങ്കരമായിട്ട് ആ ഗ്രൂപ്പുകളിൽ വലിയ വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റസീന നൗഷാദിനെ കുറിച്ച്. അത് കഴിഞ്ഞ് റസീന ഷെഫീന താത്തയായിട്ട് പിണങ്ങി അവര് ഒരു സെപ്പറേറ്റ് ഒരു കുറെ വീഡിയോകളൊക്കെ ചെയ്ത് അവര് സെപ്പറേറ്റ് ആയതിനു ശേഷം ഈ ഗ്രൂപ്പിൽ ഒരു ചർച്ച നടക്കുകയും, ഫിജോയുടെ ഈ ഒരു ഗ്രൂപ്പിൽ, ഫിജോയുടെ അല്ല ജിനോസ് 2.0 ഒരു ഗ്രൂപ്പിൽ ഒരു ചർച്ച നടക്കുകയും, ആ ചർച്ച ഇങ്ങനെയായിരുന്നു, റസീനയ്ക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. അന്നേരം അവിടെ കൂടിയിരുന്ന പെണ്ണുങ്ങൾ എന്താണ് പറഞ്ഞതെന്നറിയാമോ? അവളിനി എന്തൊരു തേങ്ങയായിരുന്നാലും അവളെ ഈ ഗ്രൂപ്പിൽ കൊണ്ടുവന്നാൽ ഞങ്ങൾ ഇറങ്ങിപ്പോകും എന്നാണ് പറഞ്ഞത്. അതായത് റസീന ശരിക്കും ഈ തനൂജയ്ക്കെതിരെ ഒന്നും തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ട് പോലും അവളെ ആ ഗ്രൂപ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ സ്ത്രീകൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. 1-2 വർഷമായി ഇവര് എടുത്തിരുന്ന ഉദ്യമത്തിനെതിരെ സംസാരിക്കുകയും ഡോക്ടർ റോസിനെ കുറിച്ചും ഫിജോനെ കുറിച്ചും ഫിജോയുടെ മക്കളെ കുറിച്ചും ഒക്കെ ഇത്രയേറെ ഫിജോയുടെ ഭർത്താവിനെ കുറിച്ചൊക്കെ ഇത്രയേറെ പറഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നീ അവിടെ ചെന്ന് ഒട്ടി നിൽക്കുമ്പോഴും പൊന്നുമോളെ ശരിക്ക് സിംഹത്തിന്റെ വാക്കകത്ത് തല എടുത്തിട്ട് കൊടുത്ത അവസ്ഥയിലാണ് നീ ഇരിക്കുന്നത്. നിനക്ക് പോലും മനസ്സിലാവുന്നില്ല നിന്റെ കണ്ടീഷൻ എന്താണ് എന്നുള്ളത്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് തൂറി മെഴുകുന്നത് കാണുമ്പോൾ ഇത് പറയാതെ പോകാൻ എനിക്ക് മനസ്സില്ലാത്തത് കൊണ്ടാണ്. സംഭവം ഫിജോ എന്ന് പറയുന്ന സ്ത്രീയെ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഫിജോ എന്ന് പറയുന്ന ഭാര്യ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. ആ ഭാര്യ നിന്നെ അംഗീകരിക്കാൻ സാധ്യത വളരെ കുറവാണ് മോളെ. 2, ഫിജോയിലെ അമ്മ അഗ്നിപർവ്വതം പോലെയാണ്. ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ആ സ്ത്രീയിലെ ഭാര്യയെയും അമ്മയെയും ഞാൻ തൊട്ടറിഞ്ഞിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ നിനക്ക് നിന്റെ മകളെ പറഞ്ഞ ഫിജോനെ നിനക്ക് അംഗീകരിക്കാനും ചേർത്ത് നിർത്താനും ഒക്കെ സാധിക്കുമായിരിക്കാം, നീ എല്ലാം പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചു. പക്ഷെ ഫിജോ എന്ന് പറയുന്ന സ്ത്രീ, അവളിലെ അമ്മ നിന്നെ വെറുതെ വിടൂല മോളെ. അതുപോലെ അവളിലെ ഭാര്യ നിന്നെ തീരെ വെറുതെ വിടൂല. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് വിഷസ് ഞാൻ പറയാം. പക്ഷെ അതുകൊണ്ട് നിനക്ക് കിട്ടാൻ പോകുന്ന നഷ്ടത്തില് അന്ന് നിനക്ക് ഏറ്റവും കൂടുതൽ മെന്റൽ സപ്പോർട്ട് തന്ന ആളുകളെയൊക്കെ നീ ഇപ്പോൾ ഇരുന്ന് പരിഹസിച്ചും ഒരുപാട് കഥകൾ പറഞ്ഞും നീ അവർക്ക് ഭയങ്കരമായ പേരുകൾ ചാർത്തി കൊടുത്തും അവരെ നീ പിന്നെ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് പച്ചത്തെറി വിളിക്കുമ്പോൾ നിന്റെ വിചാരം എന്താണ്? നീ ഭയങ്കര വലിയ എന്തോ സാധനമായി നാളെ ഒരു പക്ഷെ നീ എന്നെയും പറയുമായിരിക്കാം, എന്നെയും തെറി വിളിക്കുമായിരിക്കാം. പക്ഷെ അവിടെ നിന്റെ ധാരണ എന്ന് പറയുന്നത് ഞാൻ പച്ചത്തെറി വിളിച്ചു കഴിഞ്ഞാൽ എന്തോ ഇവിടെ സംഭവിച്ചു, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നീ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ വൈകാരികമായി ഒരാളെ കൂടെ നിർത്താൻ സാധിക്കണം. വൈകാരികമായി ഒരു സബ്സ്ക്രൈബേഴ്സിനെങ്കിലും കൂടെ നിർത്താൻ സാധിക്കണം സ്ത്രീയെ. അത് നിനക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ വൈകാരികമായ ബന്ധങ്ങളെ ഭയങ്കരമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ നീ പറയുന്ന ഒരേ ഒരു മകൾ നിന്റെ കൂടെ തന്നെ കാണുമായിരുന്നു. എവിടെയായിരുന്നാലും നിന്റെ ചേച്ചിയുടെ കൂടെ ആണ് എങ്കിലും നിനക്ക് പിന്നീട് ഒരിക്കലും ആ കുട്ടിയെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ വൈകാരികമായി നീ എത്രത്തോളം ഫെയിലാണ് എന്നുള്ളത് ആ ഒരൊറ്റ വിഷയത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാം. ഇനി നാളെ ഇതേ ഫിജോ നിന്നെ എന്തെങ്കിലും പറയുകയോ നിന്നെ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നീ നടുത്തെരുവിൽ വന്നിരുന്ന് കരഞ്ഞാൽ പോലും ഞാൻ പോലും ചിലപ്പോൾ തിരിഞ്ഞു നോക്കണമെന്നില്ല. അപ്പൊ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് അനുഭവിച്ചു തീർക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്.
ഇപ്പൊ ആൻസി പൊന്നെയൊന്നും വീണ് പോവാതെ താങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞങ്ങൾക്കൊക്കെ സാധിക്കും, എനിക്കൊക്കെ പറ്റും. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ആൻസി പൊന്ന. അതുകൊണ്ട് തന്നെ ആൻസി പൊന്നയ്ക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വില്ലിങ് ആണ്. ആൻസിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ആൻസിയെ കാണാതെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ പൊന്നു മോളെ, നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ സത്യം പറയല്ല, സഹതാപം പോയിട്ടൊരു പുണ്യം പോലും തോന്നുന്നില്ല. കാരണം എന്തിനാണ് നീ എന്നെ തെറി വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ തെറി വിളിച്ചത് കൊണ്ട് മാത്രമല്ല ഞാൻ നിന്നെ ഇപ്പൊ കണ്ടന്റ് ആക്കിയത്. എനിക്കിതല്ല, ആ പാവപ്പെട്ട ഉമ്മേനെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, ഞാൻ അവളുമായിട്ട് സന്ധി സംഭാഷണം നടത്തിയത്. ഇടി ഈ പാവപ്പെട്ട ഉമ്മേനെ ഞാൻ എൻ്റെ സൗഹൃദ ലിസ്റ്റിന്റെ ഏതെങ്കിലും ഒരു കോണിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും കൊണ്ടുവന്ന് നിർത്തിയതായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിയിടടെ. ആ കൊച്ചൊരു ദിവസം തൂങ്ങിച്ചാവും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പോയി അവർക്ക് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് കൊച്ചേ എന്ന് പറഞ്ഞ് ഞാനൊരു സപ്പോർട്ട് കൊടുത്തു എന്നുള്ളത് ശരി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫോണിലേക്ക് ഇങ്ങോട്ട് വിളിച്ചിരുന്നു എന്നല്ലാതെ എൻ്റെ ഫോണിൽ നിന്നൊരു കോൾ അങ്ങോട്ട് പോയതായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കാണില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വൈകാരിക തലങ്ങളിൽ ഉൾപ്പെടാൻ പറ്റാത്ത കുറേ അധികം ആൾക്കാരുണ്ട്. അതിൽപ്പെട്ട ഒരു ജന്തുവാണ് ആ ജന്തു. ആ ജന്തുവിനെ ഞാൻ ആ ഭാഗത്ത് പോലും അടുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും ഫോൺ വിളിച്ചിട്ട് ഇവളുടെ എല്ലാ മറ്റേ കൊനഷ്ടും കുണ്ടാമണ്ടിയും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ ഇതുവരെയും പുറത്തു വിട്ടിട്ടില്ല. അതുപോലെ ഞാൻ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. എന്നിട്ട് ആ കൊച്ചിനെ ഞാൻ വിറ്റ് തിന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതു മീഡിയയിൽ വന്ന് എന്നെ വിറ്റ് തിന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വിറ്റ് തിന്നുന്നതിന് എന്തടേ കുഴപ്പം എന്തടേ? ഇനി ആ കൊച്ചിനെ കുറിച്ച് എന്തോ പറയണ്, അതുകൊണ്ട് നിങ്ങളെയൊന്നും കുറിച്ചൊന്നും പറയാൻ പാടില്ല എന്ന് ഒരിടത്ത് നിയമമൊന്നും ഇല്ലല്ലോടെ ഉണ്ടാടെ. അപ്പോൾ നമുക്കിനിയും കാണേണ്ടതുണ്ട് അല്ലേ എൻ്റെ പൊന്നെ സനു. നമ്മളെ ആൻസി പൊന്നയുടെ മകളുടെ വീഡിയോ അങ്ങനെ കൊണ്ടുവന്ന് ഇട്ടത് ശരിക്കും ഞാൻ പറയുന്നത് മെന്റലി തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളാണ്. അവർ ഭീരുക്കളാണ്. ശരിക്കും അവർ ഭീരുക്കളായതുകൊണ്ടാണ് നിങ്ങളെ അത്തരത്തിൽ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതിനെ നെവറാക്കി വിടുക എന്നുള്ളതല്ലാതെ ഇപ്പോൾ ലോകത്തെ മുഴുവൻ അടപ്പിക്കുക അല്ലെങ്കിൽ ലോകത്തിലെ മുഴുവൻ ക്രിമിനൽസിനെയും നമുക്ക് നേരെയാക്കാൻ പറ്റുക എന്ന് പറയുന്ന കാര്യമൊന്നും നടക്കുന്ന ഒരു കാര്യമല്ല. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നോർ ചെയ്യുക ഇത്തരത്തിലുള്ള വേസ്റ്റുകളെ. ഈ ഇവിടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇത് ഒരു പൈസയുടെ കളിയാണ്, പണത്തിൻ്റെ കളിയാണ്. ഈ പണത്തിൻ്റെ കളിയിൽ നിങ്ങൾ ഒരുപാട് ഇമോഷൻസിനെ കാണും. അവർ ഇമോഷൻസ് വെച്ചിട്ടാണ് നിങ്ങളോട് ബാർഗെയിനിങ് ചെയ്യുന്നത്. ശരിക്കും ഇവിടെ കമൻ്റ് ഇടുന്ന ആളുകൾ വെറും ഫൂളിഷാണ് എന്നേ എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അവരവരുടെ ഡേറ്റയും അവരുടെ സമയവും അവരുടെ ആരോഗ്യവും ഒക്കെ ഈ ഒരു നിലപാടും ഒരു വിലയും നിലയും ഇല്ലാത്ത കുറേ ജന്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒരാവശ്യവും ഇല്ലാതെ ഇങ്ങനെ കളയുകയാണ്. ഇത് ആൻസിയുടെ കാര്യത്തിൽ അച്ചട്ടാണ്. കാരണം ആൻസിയുടെ ഒരുപാട് സമയം ഇത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് വെറുതെ കളഞ്ഞിട്ട് ആൻസി തൂക്കി കൊടുത്തേക്കുന്നത് എന്താണെന്നറിയുമോ? സ്വന്തം കുടുംബം. ഒരാവശ്യമില്ല പൊന്ന, ഒരാവശ്യമില്ല. ഇത്തരക്കാരെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യരുത്. ഇനി ജീവിതത്തിൽ ഒരു രീതിയിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരരുത്. അതുപോലെ തന്നെ സ്വന്തം ID ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളോട് നിങ്ങൾ എപ്പോഴായാലും ഏറി കയറൂടെ. ഒരാവശ്യമില്ലാതെ എന്തിനിടെ ഏറി കയറി ചാവാൻ വേണ്ടിയിട്ട് നിൽക്കണം? എന്തിൻ്റെ ആവശ്യം? ഇവരിന്ന് ചീത്ത വിളിക്കുന്നവരുമായിട്ട് നാളെ സന്ധി സംഭാഷണം നടത്തുന്നവരുമായിട്ട് അവരുടെ കുറേ അധികം വോയിസുകളും എടുത്തും കൊണ്ട് നാളെ വീണ്ടും ഇവർ വരും. എന്തിനീ നാണം കെട്ട കഥകൾക്ക് നിൽക്കുന്നു? എന്തിൻ്റെ ആവശ്യം?